500 ഒരാൾക്ക് എടുക്കാൻ അതിൽ മറ്റന്നാൾ നാളെ എടുക്കാനുണ്ട്. റഫി കശ്മീർ ടൂറിസത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഷിക്കാര യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെയും കൊണ്ട് വന്നാണ്. നോക്കി കിഡിലായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവാം, വാശിക്ക് കാഴ്ചകൾ ഇങ്ങനെ കണ്ടോളി. നമ്മൾ ഷിക്കാര റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇത് നമ്മളെ മുത്തുമണിയാണ്. हम वेलकम कर रहे हैं क्योंकि आप भी आ रहे हैं इधर कश्मीर में. कश्मीर तो डल लेक का बहुत सारे अच्छा पॉइंट है यहाँ पे. वो हर जगह को वो सबको पता है. हमारे बारे में बोलो. आपके बारे में मतलब ये बहुत अच्छा है और इनके साथ आना चाहिए. बहुत मतलब उसको दिखाओ कौन सा इसको कौन सा है. അപ്പോൾ നമ്മൾ ഷിക്കാരിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നു. ഷിക്കാരിയിൽ 4 പേരുണ്ടാവുക. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ നേരെ ഇനി ഷിക്കാരിക്ക് പോവാം. തലമ്മ സെറ്റ് കണ്ടു ഫോട്ടോ എടുക്കൂല. ആരാണ് വരും ചലോ. അപ്പോൾ നമ്മൾ ഷിക്കാർ റൈഡ് തുടങ്ങി. खुदा से मन्नत है मेरी. അപ്പം ഇങ്ങനെ ഫ്ലോട്ടിങ് കഫേ ഇങ്ങനെ വരും. ഓക്കെ, അവിടെ സെറ്റല്ലേ? അപ്പം നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. ഓക്കെ, അവിടെ സെറ്റല്ലേ? ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് സംഭവങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഐഷുമ എങ്ങനെയുണ്ട്? സംസാരിക്കേ. നമ്മള് ഷിക്കാരയാണ് പറയാം. ബോട്ടില് പോവല്ലേ? അപ്പോ നമ്മളിങ്ങനെ പോവാണ്. നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട്. ഓക്കെ, എന്താണ് വേണ്ടി ഷിക്കാരി കയറിയിട്ട് പോകാൻ സ്പീഡിൽ പോകുന്നത്? ബുള്ളറ്റ് ട്രെയിനിലാണ് കയറിക്കണേ. പറയാം, ബുള്ളറ്റ് ട്രെയിൻ അല്ലേ? ഇങ്ങോട്ട് നോക്ക്, സംസാരിക്കും. അഭിപ്രായം ഇല്ലാത്ത ആളാ ജി. നിഷ്പക്ഷനായിട്ട് നിൽക്കരുത്, ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് സംസാരിക്കുക. ഇവന് ബുള്ളറ്റ് ട്രെയിനിൽ കയറിയ പോലെ അപ്പൊ പറയണേ സ്പീഡിൽ പോവാൻ. എനക്കും കയറണ സ്പീഡിൽ. ഇവന് ബുള്ളറ്റ് ട്രെയിനിൽ കയറി. ഇവനോ സിറിക്കോ ആ മൈക്ക് കൊഴിഞ്ഞാടി ഉണ്ടല്ലോ, നാല് വാങ്ങുന്ന പറഞ്ഞു. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഷിക്കാർ, നമ്മുടെ ഹൗസ് ബോട്ടുകൾ കേട്ടോ. കശ്മീരിലെ ഹൗസ് ബോട്ടുകൾ. ഓക്കെ, നമ്മളെ മൂന്നാറിലെ പോലെ മൂവബിൾ അല്ല, മൂവ് ചെയ്യൂല, അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, മൂവ് ചെയ്യുന്ന സാധനങ്ങൾ ഇത്തരത്തിലുള്ള ഷിക്കാരകളുണ്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഫ്ലോട്ടിങ് കച്ചവടക്കാർ ഇങ്ങനെ വരും. എത്ര പൈസ പറഞ്ഞേ? കിतना पैसा कितना? 10 रुपया 10 रुपया കാവുണ്ടായിക്കൊണ്ട് കേട്ടോ. ഇവരുടെ ഇത് നമ്മൾ പൈസ പറഞ്ഞതിന് മുന്നേ വാങ്ങി. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ടേസ്റ്റിന് പൈസ കൊടുക്കേണ്ടി വരും. ഒരു വെറുതെ തരൂല. ₹50. ए बाबू എന്താ ലുക്ക് ലെവല്? हंस पूरा फ्रेम है आप. हंस दो. क्या हाल है? बढ़िया. അമീൻക്ക് അവിടെ ഉണ്ട്, കുട്ടി ഇവിടെ ഉണ്ട്. ലൂഹ അങ്ങോട്ട് നോക്ക്. വൈഫ് അടൈബിനുണ്ട്, നമ്മുടെ ഫൈസൽക്കുണ്ട്, ഫൈസൽ ഖാൻ്റെ വൈഫ്, മകള്. ഇതാണ് കാവ, അതായത് ആൽമണ്ട്, അതേപോലെ കാവ പൗഡർ, കുങ്കുമം ഇതൊക്കെ ഇടും. കുടിക്കും. 50 ഉറുപ്പ്യാണ്. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീരിൽ വരുന്ന സമയത്ത് നമുക്ക് കശ്മീരി കാവ നല്ലൊരു
രസമുള്ളൊരു പരിപാടി കേട്ടോ. അത് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവും, ചില ആൾക്ക് തീരെ ഇഷ്ടമാവില്ല. ഇതിലിടുന്ന സാധനങ്ങളാണിത്. ഇതുപോലത്തെ ഏലക്കായി, ഇഞ്ചി, മധുരം, അത് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും, നേരെ ഇങ്ങനെ കുടിക്കും. അങ്ങനെ ഇതാണ് ചായ, കശ്മീരി ചായ, കാവ. അതായത് ഷിക്കാറയിൽ വരുന്ന സമയത്തേ അതിൻ്റെ പൈസ ആദ്യം തന്നെ ചോദിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, അത് കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിലിടുന്ന സാധനങ്ങൾ. ഇതിക്കാവും ആൽമണ്ട് ഉണ്ട്, അതേപോലെ ബദാം ഉണ്ട്. दूसरा क्या क्या दिखाओ सब कुछ जो क्या क्या है उसमें बना दूंगा. और इलायची है, दालचीनी, शंगरम, अदरक, कोकोनट, अदरक जी, और बीज फूल वो रोस. അപ്പോൾ ഇതൊക്കെയാണ് കശ്മീരിൽ വരുന്ന സമയത്തുള്ള ഇത് ഷിക്കാര റേഡിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഒരേ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, വരുന്നതിൻ്റെ ഒരു രൂപ മിഠായിയാണ് വാങ്ങുന്നതിൽ പോലും ആദ്യം തന്നെ പൈസ ഉറപ്പിച്ചതിന് ശേഷം മാത്രം വാങ്ങാം. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇതേപോലത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ നേരത്തെ കണ്ടതുപോലെ വീണ്ടും ഫ്രൂട്ട്സുകാരൊക്കെ ഇങ്ങനെ വരും. അവിടെ മാർക്കറ്റ് ഉണ്ട്. ഇനി അവിടെ ഇങ്ങനെ പോകുമ്പോൾ മാർക്കറ്റുകൾ കാണാം. നമ്മുടെ മുൻ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നിങ്ങൾ നോക്കി എന്തൊരു ഭംഗിയാലേ. ഹുദാസേ മന്നത്തെ മേരി ലോട്ടാതെ ജന്നത്തെ മേരി നോച്ചവൻ. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇതേ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതേപോലെ അതായത് പലതും. പിന്നെ ഇതൊക്കെ പുതുക്കി പണിതു. അതായത് വിക്ടോറിയൻ കാലഘട്ടം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇതേപോലത്തെ കച്ചവടക്കാരുണ്ടാവും. വില ആദ്യം ചോദിക്കട്ടോ, വില ആദ്യം ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങാൻ അല്ലേ പെടും. എൻ്റെ മക്കളെ ഇതാണ് ഷിക്കാരകൾ കേട്ടോ. ഫുള്ള് എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഇനി ഫുള്ള് അടുത്ത മാസത്തോട് കൂടി ഇതൊക്കെ ഫുള്ള് പക്കാ ഒരു ഗ്രീനറി ആയിട്ട് മാറും. നല്ല രസമായിട്ട് 1 മണിക്കൂറിനാണ് ഷിക്കാര എടുത്തുള്ളത്. ഇവിടെ വന്ന് ഇലക്ട്രിക്കൽ ഉണ്ട്, ഇതേപോലെ ഇലക്ട്രിക് വണ്ടികളുണ്ട്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു വൈബില്ല. ഇതിൻ്റെ ട്രഡീഷണൽ ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തണം, അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് പൈസൻ്റെ ഒക്കെ കണക്കാണ്. ഇത് ടൂറിസ്റ്റുകൾ ആകുമ്പോൾ നമ്മളെന്താ വെച്ചാൽ പക്ക കുറേ കാലമായതുകൊണ്ടുള്ള B2B റേറ്റുകൾ നമുക്ക് കിട്ടും. നമ്മളെ യാത്രയിൽ ഇത് ഫ്രീ ആണ് കേട്ടോ. എല്ലാത്തിലും ഫ്രീ ആണ് കൊടുക്കുന്നത്. എന്തെല്ലാം ഈ ഡ്രസ് ഇട്ടോ, ഫയറാണ്, കശ്മീരി ഫയറാണ്. എങ്ങനെ അതിന് റിസ്ക് ഇല്ല. റഫി അസ്തോ മമ്മൂട്ടി ശരിക്കോ ചിഞ്ചുറാണി 1 മണിക്കൂറാ പോയത്. അപ്പോൾ നമ്മളിങ്ങനെ ഷിക്കാരൻ ഇങ്ങനെ നൈസായിട്ട് സൈഡാക്കും. നമ്മൾ നേരെ തോണി തുഴഞ്ഞ് പോയി. ഐഷുമ്മ എവിടെ നോക്കേ ശരിക്കോ. നാസിം ഇബിനു അയക്കോ ഷിബു അങ്ങനെ പോവല്ലെന്നാ. ഓയ് ലൂഹ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് നമ്മളിവിടെ എത്തി. ഇവിടെ ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ സൂക്ഷിക്കുക, ബാലൻസിങ്ങിൻ്റെ ഇതുണ്ട്. പിന്നെ ഈ വേസ്റ്റുകളൊക്കെ പോലെ എന്ത് ചെയ്യും, ആർത്ര വണ്ടി ഉണ്ടല്ലോ, വണ്ടി എടുക്കും. ഇപ്പോൾ ഇവിടെ ഓരോ ഷിക്കാരകൾ ഇങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഷിക്കാര കഴിഞ്ഞു. നമ്മളെ ആൾക്കാരൊക്കെ ഇതാക്കണേ ഇറങ്ങാണ്. അപ്പോൾ നമ്മളെ ഷിക്കാര യാത്ര ഒക്കെ കഴിഞ്ഞ് സെറ്റല്ലേ? സെറ്റ് തന്നെ. അപ്പോൾ നമ്മളെ ബസ് പാടുണ്ട്. നമ്മൾ ഷിക്കാര യാത്ര കഴിഞ്ഞു, ആൾക്കാർ വാഷ്റൂം പോയിക്കണ്. സെറ്റല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ആളുകളെ ബസ് കയറ്റിയിട്ട്
ഓലോടുന്ന് യാത്ര അയക്കാണ്. നമുക്ക് അടുത്തൊരു ബാച്ച് നാളെ മുതൽ ജോയിൻ ചെയ്യാണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഓരോ കൂടെ ഉള്ള കാണാം. ശിക്കാര യാത്ര ഉണ്ടായിരുന്നു, അത് തൊള്ളിക്കിടാൻ പാടില്ല. ശിക്കാർ അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. ശിക്കാർ അടിപൊളിയാണ്. നിർത്തി ആയിഷുമാക്ക് നാണം വന്നു അല്ലേ? ആയിഷുവിന്റെ പേരെന്താ? ഐഷ. അല്ലാത്ത പേരെന്താ? അല്ലാത്ത ഐഷ അല്ലാത്ത പേര് ഐഷ 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 ഷസിയന്റെ പേര് മഞ്ഞുമായ പെയ്തിട്ട് നനഞ്ഞു. ആണോ? ഒരു മാടിക ഒരു മാടിക ഒരു മണ്ടി അഞ്ഞ കണ്ട പോണ്. അപ്പൊ ഞാൻ ഇവിടെ ഒറ്റക്കാവൂലേ? നമ്മളെ വണ്ടി ഇപ്പോൾ വരാണ്ട്, നീ ഓലി വണ്ടി വന്നിട്ട് ഇങ്ങനെ കാണട്ടോ. ഇവിടുന്ന് ഒരു കാക്ക വറക്കുകയാണെങ്കിൽ പോലും ഇവിടുത്തെ ഭംഗി അടിപൊളിയാണ്. നോക്കി, ഫോട്ടോകളുടെ ഭംഗിക്ക് ബാക്ക്ഗ്രൗണ്ടുകൾക്കുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയൊരു കാര്യമാട്ടോ. ഓക്കെ, ഏയ് ചിഞ്ചു ലുലു. അപ്പോൾ നമ്മൾ ശിക്കാര യാത്ര കഴിഞ്ഞ് പോവാണ്. 2 വാക്ക് സംസാരിക്കൂ. ഫൈനലി ഇന്ന് ഫൈനൽ ഡേ ആണ്. അൽഹംദുലില്ലാഹ് ഹയർ അയച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത്രയും ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞു. നല്ല സങ്കടമുണ്ട്, പെട്ടെന്ന് ഡേ കഴിഞ്ഞ പോലെ തോന്നുന്നു. സോ മൊത്തത്തിൽ അൽഹംദുലില്ലാഹ് ഹയറാണ്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദ കശ്മീർ ട്രിപ്പ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഫാമിലി പോലെ നല്ല സേഫായിട്ട് കാര്യങ്ങളൊക്കെ. ഇതുവരെ അൽഹംദുലില്ലാഹ് ഹയർ. ഇത് നമ്മൾ ഡയറക്റ്റ് ജമ്മു തവി, ദെൻ ഡൽഹി, ദെൻ ഡയറക്റ്റ് കേരള. എന്നാലും അടിപൊളിയായിരുന്നു. ഷെഫീഖ് ഉണ്ടാവില്ല. ഷെഫീഖിനോട് അമ്മ ഇവിടുന്ന് ബൈ ബൈ പറയലാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഓൾവേസ് എന്താ പറയുക, ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. ഞാൻ അത്ര കണ്ട ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. അപ്പോൾ ഇത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അടിപൊളി. അപ്പോൾ എല്ലാവരും വരുന്ന ആളെല്ലാവരും മാക്സിമം വോയേജർ ഗ്രാമിൽ തന്നെ എടുക്കാൻ നോക്കാം. നമ്പർ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, കമ്മീഷൻ എടുത്ത് നോക്കാം. അപ്പോൾ നേരെ നീ ബസ് ഫോട്ടോ എടുക്കണേ, അവിടെ ബസ് ഫോട്ടോ എടുക്കട്ടോ. നല്ല റേറ്റ് പറയും, വില പേശ. ഫൈറൂസ് എവിടെ? ഫൈറൂസ്. അപ്പം നമ്മൾ നേരെ വണ്ടിക്ക് പോകണം. ഇതേപോലെ അങ്ങനെ ഫോട്ടോ എടുക്കണം വരും, ഭയങ്കര റേറ്റും പറയും. അതിനൊക്കെ വില ഉറപ്പിച്ചിട്ടിരിക്കാം. ഒക്കെ ശിക്കാറുള്ളടക്കി കശ്മീരി ഡ്രസ് ഇട്ടാണ്ട് ഫോട്ടോ ഒക്കെയാണ്. എത്ര പറയണ റേറ്റ്? എത്ര ഭയ്യ കിത്തന? ആദ്യം നമ്മളെ ഫോൺ എടുക്കും പോലെ खाली ड्रेस चाहिए, फोटो हमारा फोन में खींचूंगा. कपड़ा का बोलो, जस्ट कपड़ा डालेगा हमारा फोन में फोटो खींचेगा. 20 आदमी है. कितना बंदा है? 25 बंदे. 25 बंदे का 25 ड्रेस, एक ही ड्रेस मत आएगा. वो ചേഞ്ച് കരേगा ना. ഇവിടെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ ഭയങ്കര റേറ്റ്. ഇപ്പം നമ്മൾ പറയാം, നമ്മൾ എത്ര ആളുകളുണ്ടായിരുന്നു, നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരുന്നു, ഫോട്ടോസ് എടുക്കുന്നു. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇതുണ്ടാവും ഫോട്ടോ, കശ്മീരി ഓർണമെൻറ്റ്സ്. ശരിക്കും ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നല്ല ലാഭമായിട്ട് അവർക്ക് സെറ്റ് ചെയ്യാം. 1200 റുപ്യ ഒരു ഡ്രസ്സിന്. എന്താ നമ്മളെന്താ നമ്മൾ മറ്റേ കുതിരവട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. 500 റുപ്യ ഒരാൾക്ക് എടുക്കാനേ. അതിലേറെ ബെറ്റർ നമുക്ക് ഡ്രസ്സ് വാങ്ങാണ് എല്ലാവർക്കും പാടെ. 300 റുപ്യ ഒരാക്കി. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നേരെ ഇനി ഡ്രസ്സ് എടുക്കുന്ന പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള മട്ടാണ്. മമ്മൂട്ടിയാട്ടോ, മമ്മൂട്ടി. കാരണം അതിനൊക്കെ ഭയങ്കര റേറ്റാണ് പറയണത്. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാതെ വകുപ്പില്ല. നോക്കിയത്. അപ്പോൾ നമ്മളെ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളെത്തി. എന്നാ പോവാ നേരെ ഇനി നമ്മളിവിടുന്ന് ബസ് കയറി പോവാം. അപ്പോൾ നമ്മളിവിടുന്ന്
എല്ലാവരും യാത്രയൊക്കെയാണ്. ഓയ് ഓയ് അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. സെറ്റല്ലേ? അപ്പോൾ ഇവരൊക്കെ നാട്ടിലേക്ക് പോവാണ്. ജമ്മു പോയിട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മളിനി നേരെ അടുത്ത ടീമിനെ നാളെ എടുക്കാനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രൂട്ട്സ്, ചായ അതൊക്കെ ചായ ഉണ്ടാവും. പിള്ളേർക്ക് ലൈസ്. അപ്പോൾ അവർ ബസ് കയറി ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഞാൻ തന്നെ ഹൃദയം തിന്നില്ലേ? എന്തിനു ഹൃദയം? എവിടുത്തെ ഹൃദയം?